ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന തളപതി വിജയ് ചിത്രത്തിന്റെ ഉൾപ്പെടെ 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. 2012 റിലീസ് ചെയ്ത മികച്ച തമിഴ് സിനിമകളിൽ ഒന്നാണല്ലോ ധനുഷ് ശ്രുതി ഹാസൻ കോംബോയിലെത്തിയ 3. ഇന്നലെ സിനിമ തെലുഗു നാടുകളിൽ സെപ്റ്റംബർ 14 റീ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ 1,55,00,000 എന്ന മികച്ചൊരു ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമ ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. കൂടുതൽ കളക്ഷനായിട്ട് കാത്തിരിക്കൂ. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രമാണ് കരീന കപൂർ നായകവേഷത്തിലെത്തിയ ദി ബക്കിംഗ്ഹാം മർഡേഴ്സ്. ഒഫീഷ്യൽ ഇന്ത്യൻ കളക്ഷൻ പുറത്തു വരുമ്പോൾ 4,03,00,000 എന്ന ഇന്ത്യൻ നെറ്റ് കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ കളക്ഷൻ വർധനയും സിനിമ രണ്ടാം ദിവസം നേടിയെടുത്തിരിക്കുകയാണ്. 50 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ഇനിയും ഒരുപാട് കളക്ഷൻ നേടിയെടുക്കണം തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. ഇനി വിജയ് നായകനെത്തിയ വെങ്കടപ്രഭു സംവിധാനം ചെയ്ത കോട്ടിലേക്ക് വരികയാണെങ്കിൽ 400 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ലക്ഷ്യമിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കഴിഞ്ഞ ആഴ്ചയിലെ ദിവസങ്ങളേക്കാൾ ഇരട്ടി കളക്ഷൻ വർധനയാണ് ഇന്നലെ സിനിമ ശനിയാഴ്ച ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ 20 കോടിയോളം രൂപ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. നിലവിൽ 369 കോടി 50 ലക്ഷത്തിന് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസിലേക്ക്, അതായത് 370 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് ഗോട്ട് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ചത്തേതുപോലെ ഇന്ന് ഞായറാഴ്ചയും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ വർധന പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ശനിയാഴ്ച ദിവസം 20 കോടിയോളം രൂപ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ആ കളക്ഷനിലെ ഭൂരിഭാഗം കളക്ഷൻ വന്നിരിക്കുന്നത് വിജയുടെ സ്വന്തം തട്ടകമായ തമിഴ്നാട്ടിൽ നിന്നാണ്. 15 കോടിയോളം രൂപയാണ് സിനിമ തമിഴ്നാട്ടിൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. അപ്പോൾ ഗോട്ടിന്റെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.